ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ സൈക്കിൾ ഒന്ന് റീസ്റ്റോർ ചെയ്ത് എടുക്കുന്ന വീഡിയോ ആണ്. ഈ സൈക്കിളിന് സ്വന്തമായിട്ട് അതിൻ്റെ ഫ്രെയിം മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു കാര്യങ്ങളില്ല. അതായത് നമുക്കിതിൻ്റെ A to Z സാധനം മേടിക്കണം. ഈ സൈക്കിൾ ഓട്ടാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് അങ്ങനെ സൈക്കിളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അതായത് അരമണിക്കൂറത്തേക്ക് 5 രൂപ. അങ്ങനെ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചെല്ലും, സൈക്കിൾ റെൻറ്റിനെടുക്കും. എന്നിട്ട് നമ്മൾ ചവിട്ടി പഠിക്കും. ചവിട്ടി പഠിച്ചെന്ന് വെച്ചാൽ ഇവിടെ ഇറക്കമുണ്ട്. വർക്ക്ഷോപ്പിൻ്റെ അവിടെ നിന്ന് വീട്ടിലോട്ട് മെയിൻ റോഡ് തന്നെയാണ്, ടാറിട്ട് റോഡ് തന്നെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് റോഡ് ഉണ്ടാവും, ചെറിയൊരു ഇറക്കമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി ഇരുന്നിട്ട് അനിയനെ തള്ളി വിടും. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നിട്ട് എവിടെയെങ്കിലും അടിച്ചു കുത്തി. അങ്ങനെ വീണാണ് നമ്മളിങ്ങനെ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ കടയിലെ സൈക്കിൾ എന്ന് വെച്ചാൽ മറ്റേ പഴയ ടൈപ്പ് സൈക്കിളില്ലേ, അമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ്, പച്ച കളർ, ആ സൈക്കിളായിരുന്നു. അപ്പോൾ അതിലാണ് നമുക്ക് കാലത്തെത്തൂല്ല. അപ്പോൾ അതുപോലത്തെ സൈക്കിൾ ഓടിച്ചിട്ടുള്ളവരാണ് അറിയാം, നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ ഇടയിൽ കൂടെ കാലിട്ടാണ് ചവിട്ടുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ചവിട്ടി എല്ലാം കഴിഞ്ഞ് സൈക്കിളൊക്കെ റിട്ടേൺ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പാൻറ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ കീറിയിട്ടുണ്ടാവും. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് സൈക്കിളൊക്കെ ചവിട്ടാൻ പഠിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സ്വന്തമായിട്ടൊരു സൈക്കിൾ മേടിക്കണമെന്ന് ഒരു ആഗ്രഹം. എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ നമ്മളും ഇവിടെ കിടന്ന് ഞാനും അനിയനും ഒരുപാട് വീട്ടിലലമ്പൊക്കെ ഉണ്ടാക്കി പ്രഷർ ഹെൽത്ത് നോക്കി. അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, നീ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ച് പാസ്സാകുവാണെങ്കിൽ നിനക്ക് സൈക്കിൾ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് 1 വർഷം മൊത്തം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് അത്യാവശ്യം നല്ല മാർക്കോടെ പാസ്സായി. അങ്ങനെ മേടിച്ച സൈക്കിളാണിത്. അങ്ങനെ നമ്മുടെ ഈ സൈക്കിൾ കിട്ടി. പിന്നെ സൈക്കിൾ കിട്ടിയാൽ പിന്നെ നമുക്ക് ഊണുമില്ല ഉറക്കമില്ല, നമുക്ക് ഫുഡൊന്നും വേണ്ട. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്ന് എവിടെ പോകാമെന്നൊരു പ്ലാനിങ് കൂടെ എണീക്കും. ഞാനും അനിയനും കൂടി രാവിലെ സൈക്കിൾ എടുക്കും. ഞാൻ സൈക്കിൾ ഓട്ടും, അവൻ പുറകിരിക്കും, ഒരു കുപ്പി വെള്ളം വേണം. എന്നിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വൈകിട്ട് നോക്കിയാൽ മതി. അങ്ങനെ ഈ നാട്ടിൽ നമ്മുടെ സൈക്കിളിൻ്റെ ടയറിൻ്റെ പാട് പതിയാത്ത സ്ഥലങ്ങളൊന്നുമില്ലായിരുന്നു. എല്ലായിടം നമ്മൾ മാക്സിമം ചവിട്ടി നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെ എല്ലാം നമ്മൾ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ +1 ആയി, +2 ആയി, ഡിഗ്രി ആകുമ്പോൾ അറിയാലോ, നമുക്ക് പിന്നെ സൈക്കിൾ ചവിട്ടാനുള്ള ഇൻട്രസ്റ്റൊക്കെ അങ്ങ് കുറയും. പിന്നെ ഒരു ബൈക്ക് മേടിക്കണം എന്നൊരു ചിന്തയായി. അങ്ങനെ ബൈക്ക് മേടിക്കണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, വീട്ടിലങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു ബൈക്കൊക്കെ വേണം. സൈക്കിളുണ്ടല്ലോ, സൈക്കിൾ ഓട്ടി ഇടന്നാൽ എന്ന് പറയും. അങ്ങനെ പിന്നെ എനിക്ക് ഇവനെ കാണുന്ന വെറുപ്പ്, ഇവനെ എങ്ങനെയെങ്കിലും എനിക്ക് കത്തിക്കണം, ഏതെങ്കിലും തോട്ടിക്കൂടെ കളഞ്ഞാലേ എനിക്ക് ബൈക്ക് കിട്ടുമെന്നുള്ള അവസ്ഥയായി. അങ്ങനെ പിന്നെ പതിയെ ഇവനെ ഞാൻ വെറുത്ത് തുടങ്ങി. പിന്നെ ഇവനെ ഒരു മൂലയിലിട്ടാലേ ബൈക്കിന് കടന്നു വരാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയായി. പിന്നെ പതിയെ ഇവനെ അങ്ങ് ഉപേക്ഷിക്കാൻ തുടങ്ങി. പിന്നെ ഇവനെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് ചെയിൻ ചാടിപ്പോയാൽ പോലും ഇനി സൈക്കിൾ ഓട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കടയിലോട്ടൊക്കെ നടന്നു പോകുമായിരുന്നു. എന്നുവെച്ചാൽ ഇവനെ എങ്ങനെയെങ്കിലൊക്കെ ഒഴിവാക്കണം, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അങ്ങനെ കോളേജിലൊക്കെ കയറി, ഫസ്റ്റ് ഇയർ ആയി, സെക്കൻഡ് ഇയർ ആയി, തേർഡ് ഇയർ ആയി. അങ്ങനെ തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും അങ്ങനെ ബൈക്ക് മേടിക്കാനുള്ള പെർമിഷനും കിട്ടി, ബൈക്കും മേടിച്ച്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ കൊറോണ കാലം, അതായത് 2021 വേണ്ടി വന്നു ഗൈസ് ഈ സൈക്കിളൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഇവനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തന്നെ 1 വർഷം മൊത്തം വീട്ടിൽ ഇരുന്ന് ഫുഡൊക്കെ താടിച്ച് കൊഴുത്തപ്പോൾ ഞാൻ വിചാരിച്ചു, നീ ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു എക്സസൈസും ആവും. ഈ 1 വർഷത്തെ ഫ്രസ്ട്രേഷൻ മൊത്തം നമുക്ക് ചാവട്ടി തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കഥ പറഞ്ഞിരുന്നിരുന്ന് കാട് കയറിപ്പോയി. ബാക്ക് ടു വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം സാൻഡ് പേപ്പർ ഇട്ടത് മൊത്തം ചുരണ്ടി കളഞ്ഞു. പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചുരണ്ടി, തുരുമ്പുണ്ടായിരുന്നു, അത് ചുരണ്ടി കളഞ്ഞ് അത് കഴിഞ്ഞിട്ടൊന്ന് കഴിവെടുത്തിട്ട് നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്യുകയാണ്. സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ച് വൈറ്റ് പെയിൻറ്റ് ആദ്യം ചെയ്തിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും കളർ നമ്മൾ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെക്കാട്ടിലും ഇതുപോലത്തെ കാര്യങ്ങൾ റിപ്പയർ ചെയ്യാനാണെങ്കിലും പെയിൻറ്റ് ചെയ്യാനാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ താല്പര്യം അനിയനാണ്. ഞാനിങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ സൂപ്പർവൈസർ കളിച്ച് നടക്കുന്നല്ലാതെ വലുതായിട്ട് അങ്ങനെ ഒന്നും ചെയ്യത്തൊന്നുമില്ല.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് കൊടുത്തു. ആദ്യം നമ്മൾ വൈറ്റ് കോട്ടിങ് മൊത്തം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി മൊത്തം ഗ്രീൻ പെയിൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 4 ബോട്ടിൽ സ്പ്രേ പെയിൻറ്റ് മേടിച്ചിട്ടുണ്ട്, ഫ്ലൂറസൻ ഗ്രീൻ. അപ്പോൾ മൊത്തം നമ്മൾ ഗ്രീനായിട്ടാണ് വണ്ടി ഇറക്കുന്നത്. അങ്ങനെ മൊത്തം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കളർ ഫെയ്ഡ് ആയിരിക്കാൻ വേണ്ടി ഒരു കോട്ടിങ് കൂടി, ഒരു ക്ലിയർ കോട്ടിങ് എന്നൊരു കോട്ടിങ് കൊടുക്കണം. നമ്മൾ പെയിൻറ്റ് ചെയ്ത ഫ്രെയിം അവിടെ നിന്ന് ഉണങ്ങുന്ന സമയം കൊണ്ട് നമ്മൾ കടയിൽ പോയിട്ട് ടയർ മേടിച്ചു, പിന്നെ അതിൻ്റെ ഫ്രീ വീൽ മേടിച്ചു, പിന്നെ ബ്രേക്ക് കട്ട്, അതിൻ്റെ കേബിൾസ്, റിമ്മ് കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി പെഡൽ ഒന്ന് സെറ്റ് ചെയ്യുക, പിന്നെ ബ്രേക്ക് ടൈറ്റ് ചെയ്യുക, ആ കേബിൾ ടൈറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇനി ബാക്കി. ഈ പെഡൽ കണ്ടിട്ടുണ്ടോ? ഈ പെഡൽ എന്ന് വെച്ചാൽ മറ്റേ പഴയ അമ്മമാരെ സൈക്കിളിൻ്റെ പെഡലില്ലേ, ആ പെഡലാണ് വെച്ചേക്കുന്നത്. മറ്റേ പെഡലിന് വെച്ചിട്ട് പൊട്ടി പോയിരുന്നു. അപ്പോൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മളിത് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈക്കിളിൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ, ടർബോ ഡ്രൈവ്. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ഫുൾ നെയിം കൊടുത്തിരുന്നത് ഹെർക്കുലീസ് MTB ടർബോ ഡ്രൈവ് ബ്ലേസ് IC മൗണ്ടൻ ടെറൈൻ ബൈക്ക്. ഇതൊന്നും അറിയാതാണ് ഇത്ര നാൾ ഞാൻ ചവിട്ടിക്കൊണ്ടിരുന്നത്. മോശം എന്ന് വെച്ചാൽ വളരെ മോശം കാര്യം. നമ്മൾ ചേട്ടനൊക്കെ ആണെങ്കിലും ഇതുപോലത്തെ വണ്ടിപ്പണി വരാൻ നേരത്ത് അവൻ ആശാനും ഞാൻ ശിഷ്യരും. പിന്നെ നമ്മുടെ വണ്ടിയുടെ കേസായതുകൊണ്ട് എന്തായാലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാനന്ന് ക്ഷമിക്കും. ഇവൻ ഈ അവസരം മുതലാക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈക്കിളൊന്നും റെഡിയാക്കുന്ന ഷോപ്പും ഇപ്പം ഇല്ല. എല്ലാവരും ബൈക്കിലാണ്. സൈക്കിൾ ഷോപ്പൊന്നും ഇപ്പോൾ എവിടെയും കാണാനില്ല. വളരെ ചുരുക്കം 1-2 ടീംസൊക്കെ കാണും. ഇവന് പിന്നെ അത്യാവശ്യം പണി അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ചെറുപ്പത്തോട്ട് വണ്ടിയുടെ പറയുമായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ പണ്ട് മറ്റേ 2 മാസം അവധി കിട്ടുന്ന സമയത്ത്, മറ്റേ 2 മാസത്തെ വേനലവധിക്ക് ഇവനെ കൊണ്ടൊരു വർക്ക്ഷോപ്പിൽ വിട്ടായിരുന്നു. ചുമ്മാ അവന് വർക്ക്ഷോപ്പിൽ നിൽക്കണം തോന്നി, ഇപ്പം നിന്നോളാൻ പറഞ്ഞു, ഇപ്പം നിർത്തി. അങ്ങനെ അവിടെ നിന്ന് പണിയൊക്കെ പഠിച്ചുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ആളെ എങ്ങനെയും പണിതെടുത്തോളും. പിന്നെ അവന് പണിയാനുള്ള സാധനങ്ങളും ഇതിന് വേണ്ട സാധന സാമഗ്രികളും അവൻ്റെ അടുത്ത് എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പണിയാനുള്ള ഒരു മൂഡും കൂടി ഉണ്ടെങ്കിൽ ആളിരുന്ന് പണിതോളും, ഒരു കുഴപ്പമില്ല. അങ്ങനെ വീണ്ടും അടിമപ്പണി എടുക്കുന്നു ഞാൻ. വീണ്ടും മൂത്താശാരി കളിക്കുന്നതല്ലേ ലവൻ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്കൊക്കെ ഓക്കെ എന്നാണ് പറയുന്നത്. പിന്നെ ഹാൻഡിലിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ടോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓക്കെ ആണെന്നാണ് മെക്കാനിക് സാർ പറയുന്നത്. അങ്ങനെ വണ്ടിയുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വണ്ടി റോട്ടിൽ ഇറക്കി എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.